16 വർഷം നീണ്ടുനിന്ന ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ 2024 ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ നിന്ന് അടിയന്തരമായി പലായനം ചെയ്യേണ്ടി വന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തങ്ങളുടെ ആദ്യ പൊതു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം പ്രസ്താവനകളോടെയും വെർച്വൽ പ്രസംഗങ്ങളോടെയും മാത്രം പ്രതികരിച്ചിരുന്ന ഹസീന ഡൽഹിയിലെ ഫോറിൻ കറസ്പോണ്ടന്റ് ക്ലബ് ഓഫ് സൗത്ത് ഏഷ്യ സംഘടിപ്പിക്കുന്ന ഉന്നതതല പരിപാടിയെ അഭിസംബോധന ചെയ്യും. കൃത്യമായി 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്, അതായത് 2026 ഓഗസ്റ്റ് 5 വൈകുന്നേരം 6 മണിക്ക് ഈ ചരിത്രപരമായ ഉച്ചകോടി നടക്കുന്നത്. ഡൽഹിയിലെ മധുര റോഡിലുള്ള സർ മാർക്ക് ടൂളിലെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് FCCയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയും ലോകമെമ്പാടും തത്സമയം സംപ്രേഷണം ചെയ്യും. ആഗോള രാഷ്ട്രീയത്തിലും അയൽരാജ്യങ്ങളിലുമായുള്ള ബന്ധത്തിലും വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ് ഹസീനയുടെ ഈ ആദ്യ പരസ്യ നയതന്ത്ര ഇടപെടൽ. സർക്കാർ ജോലികളിലെ വിവാദപരമായ സംവരണം, അത് സമ്പ്രദായത്തിനെതിരെ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് പതുക്കെ രാജ്യവ്യാപകമായ ഹസീന ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ടത്. 2024 ഓഗസ്റ്റ് 5 പ്രക്ഷോഭകാരികൾ തലസ്ഥാനമായ ധാക്കയിലെ പ്രധാന ഭരണകേന്ദ്രങ്ങളിലേക്ക് അതിക്രമിച്ചു കയറുകയും വൻതോതിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തതോടെയാണ് ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വന്നത്. അന്നു മുതൽ ഇന്ത്യയുടെ കെയർടേക്കർ സംരക്ഷണയിൽ ഡൽഹിയിൽ കഴിയുന്ന ഹസീന ബംഗ്ലാദേശിലെ പൊതുഭരണകൂടത്തിന് എന്നും വലിയ തലവേദനയായി തുടരുകയാണ്. FCCയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ തന്നെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും ബംഗ്ലാദേശിലേക്ക് മടങ്ങാനുള്ള ഭാവി പദ്ധതികളെക്കുറിച്ചും ഹസീന നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തടവിലാക്കപ്പെടാനുള്ള സാധ്യതയോ ജീവഹാനി പോലെയോ ഉള്ള വലിയ അപായ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ വർഷം അവസാനത്തോടെ ബംഗ്ലാദേശിലേക്ക് തിരികെ പോകാൻ താൻ ഉദ്ദേശിക്കുന്നതായ ഹസീന FCPക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. രാജ്യം വിട്ടതിനു ശേഷമുള്ള തങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗികവും പരസ്യമായ ഈ പ്രസംഗത്തിൽ ബംഗ്ലാദേശിലെ പുതിയ താത്കാലിക സർക്കാരിന്റെ ഭരണപരാജയങ്ങളെയും പ്രതിപക്ഷ വേട്ടകളെയും തുറന്നു കാട്ടുന്നതായിരിക്കും ഹസീന ശ്രമിക്കുക. തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ വീണ്ടെടുക്കാനും അനുഭാവികൾക്ക് ആവേശം നൽകാനും അവർ ഈ വേദിയെ ഉപയോഗപ്പെടുത്തും. ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ഹസീന തനിച്ചല്ല എത്തുന്നത്. കൂടാതെ ബംഗ്ലാദേശിലെ അവാമി ലീഗ് അനുയായികളായ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മുൻ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും. ഹസീനയുടെ മകനും പ്രധാനമന്ത്രിയുടെ മുൻ ICT ഉപദേഷ്ടാവുമായ സജീവ് വാസദ് ജോയി ഈ ഉച്ചകോടിയിൽ പ്രധാന പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം മുൻ വിദ്യാഭ്യാസ മന്ത്രി മൊഹിബുൾ ഹസൻ ചൌധരി, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സിദ്ദിഖ് എന്നിവരും വേദിയിലുണ്ടാകും. അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരുടെയും ഉന്നത നയതന്ത്രജ്ഞരുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പീസ് പ്രസ് ക്ലബ്ബുകളുടെ തലവൻ കൂടിയായ ഡോക്ടർ വെയിൽ അവാദാണ്. ഇത് ഹസീനയുടെ സന്ദേശത്തിന് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത നൽകും. ഡൽഹിയിൽ വെച്ച് ഹസീനയ്ക്ക് ഇത്തരമൊരു വൻകിട അന്താരാഷ്ട്ര വേദി അനുവദിച്ചത് വഴി ഇന്ത്യ വ്യക്തമായ ഒരു ഭൗമരാഷ്ട്രീയ സന്ദേശമാണ് ബംഗ്ലാദേശിന് നൽകുന്നത്. ഒരു വശത്ത് പുതിയ ബംഗ്ലാദേശ് സർക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും തങ്ങളുടെ വിശ്വസ്ത പങ്കാളിയായിരുന്ന ഹസീനയെ പൂർണ്ണമായി കൈവിടാൻ ഇന്ത്യ തയ്യാറല്ല എന്നൊരു സന്ദേശം. ബംഗ്ലാദേശിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹസീനയുടെ തിരിച്ചുവരവ് സാധ്യതകൾ നിലനിർത്തുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. എങ്കിലും ഹസീന ഇന്ത്യയിൽ ഇരുന്ന് ധാക്കയിലെ സർക്കാരിനെതിരെ പ്രസംഗിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കാൻ ഉപകരിക്കുമെന്ന് ഒരു ഭാഗം നയതന്ത്രർ വിലയിരുത്തപ്പെടുകയാണ്.